ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് സെൻറ്റൻസിലേക്ക് കടക്കാം. ഇപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് നമ്മൾ ചോദിക്കുകയാണ്, അവൻ ഉറങ്ങുകയാണോ? അവൻ ഉറങ്ങുകയാണോ എന്ന് നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാനായിട്ട് പറ്റും അല്ലേ? ഈസ് ഹി സ്ലീപ്പിംഗ്? ഈസ് ഹി സ്ലീപ്പിംഗ്? അവൻ ഉറങ്ങുകയാണോ? എന്നാൽ ഇതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് അവൻ കഴിക്കുകയാണോ, അവൻ പോവുകയാണോ, അവൻ എഴുതുകയാണോ എന്നൊക്കെ ചോദിക്കാം. എന്ത് ചെയ്യണം? ഈസ് ഹി യൂസ് ചെയ്യുക. അതിനുശേഷം ഏത് വെർബാണ്, അതായത് ഉറങ്ങുകയാണോ എന്ന് ചോദിക്കുമ്പം സ്ലീപ്പ്, അതിൻ്റെ കൂടെ ING ഫോം യൂസ് ചെയ്യുക. ഇനി കഴിക്കുകയാണോ എന്ന് ചോദിക്കുമ്പം ഈറ്റ് ആണ് നമ്മുടെ വെർബ്. ഈറ്റിന്റെ കൂടെ ING ഫോം യൂസ് ചെയ്യുക. ഈസ് ഹി ഈറ്റിംഗ്? ഈസ് ഹി റൈറ്റിംഗ്? ഈസ് ഹി റീഡിംഗ്? ഏത് വെർബാണോ നമുക്ക് വേണ്ടത് അതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യുക? ING ഫോം യൂസ് ചെയ്തിട്ട് പറയുക. ഓക്കെ, അവൻ എഴുന്നേറ്റിട്ടുണ്ട്. അവൻ എഴുന്നേറ്റിട്ടുണ്ട്. ഹി ഹാസ് വോക്കൺ അപ്പ്. ഹി ഹാസ് വോക്കൺ അപ്പ്. ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടും നമുക്ക് ഒരുപാട് സെന്റൻസ് പറയാം കേട്ടോ. അവൻ കഴിച്ചിട്ടുണ്ട്. ഹി ഹാസ് ഈറ്റൻ. ഹാസ് വരുന്ന സമയത്ത് വെർബ് V3 ഫോമിലായിരിക്കണം. ഹി ഹാസ് യൂസ് ചെയ്തത് സിംഗിൾ സബ്ജക്റ്റ് ആയതുകൊണ്ടാണ്. ഹി ഹാസ് വോക്കൺ അപ്പ്. അവൻ എഴുന്നേറ്റിട്ടുണ്ട്. നീ അവിടെ പോയില്ലേ? നീ അവിടെ പോയില്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. ഡിഡിൻ യു ഗോ ദർ? ഡിഡിൻ യു ഗോ ദർ? നീ അവിടെ പോയില്ലേ? ഞങ്ങൾ പോകാനിരിക്കുകയാണ്. ഞങ്ങൾ പോകാനിരിക്കുകയാണ്. വി ആർ അബൌട്ട് ടു ഗോ. വി ആർ അബൌട്ട് ടു ഗോ. ഞങ്ങൾ പോകാനിരിക്കുകയാണ്. ആരാ സംസാരിക്കുന്നത്? ആരാ സംസാരിക്കുന്നത്? ഹു ഈസ് സ്പീക്കിംഗ്? ഹു ഈസ് സ്പീക്കിംഗ്? ആരാ സംസാരിക്കുന്നത്? ആരാ വായിക്കുന്നത്? ആരാ വായിക്കുന്നത്? ഹു ഈസ് റീഡിംഗ് അല്ലേ? ആരാ എഴുതുന്നത് എന്നാണെങ്കിൽ ഹു ഈസ് റൈറ്റിംഗ്. അങ്ങനെ ഒരു സെന്റൻസ് പഠിച്ചിട്ട് പല രീതിയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. ഓക്കെ, നീ ഫുഡ് കഴിച്ചോ അല്ലെങ്കിൽ നിങ്ങൾ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഡിഡ് യു ഈറ്റ് ഫുഡ്? ഡിഡ് യു ഈറ്റ് ഫുഡ്? നിങ്ങൾ കഴിച്ചോ അല്ലെങ്കിൽ നീ കഴിച്ചോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഡിഡ് യു ഈറ്റ് ഫുഡ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. രണ്ടിനും നമ്മൾ യു തന്നെയാണ് യൂസ് ചെയ്യുക. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് അല്ലെ? ഓൺ ദ സ്പോട്ടിലാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. വി ആർ ഈറ്റിംഗ് ഫുഡ്. വി ആർ ഈറ്റിംഗ് ഫുഡ്. നിനക്ക് ടിക്കറ്റ് കിട്ടിയോ അല്ലേ? ഇപ്പൊ ട്രെയിൻ ടിക്കറ്റ്, അതുപോലെ തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നിനക്ക് ടിക്കറ്റ് കിട്ടിയോ? നീ ജസ്റ്റ് നമ്മൾ ബസ്സിൽ കയറിയാൽ നിനക്ക് ടിക്കറ്റ് കിട്ടിയോ എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ്? ഡിഡ് യു ഗെറ്റ് ദ ടിക്കറ്റ്? ഞാൻ ടിക്കറ്റ് എടുത്തില്ല എന്ന് പറയുകയാണെങ്കിലോ? ഞാൻ ടിക്കറ്റ് എടുത്തില്ല. ഐ ഡിഡിൻ ടേക്ക് ദ ടിക്കറ്റ്. ഐ ഡിഡിൻ ടേക്ക് ദ ടിക്കറ്റ്. അവൻ ബസ് കയറിയോ? അവൻ ബസ് കയറിയോ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. ഡിഡ് ഹി ഗെറ്റ് ഓൺ ദ ബസ്? ഡിഡ് ഹി ഗെറ്റ് ഓൺ ദ ബസ്? അവൻ ബസ് കയറിയോ? അവൻ ഇതുവരെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല. അവൻ ഇതുവരെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല. എങ്ങനെ പറയാ? സബ്ജക്റ്റ് അവനാണ്, നെഗറ്റീവ് സെന്റൻസ് ആണ്. ഹി ഹാസിന്റ് റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് യെറ്റ്. ഹി ഹാസിന്റ് റീച്ച്ഡ് ദ ബസ് സ്റ്റോപ്പ് യെറ്റ്. അവൻ ഇതുവരെ ബസ് സ്റ്റോപ്പിൽ എത്തിയിട്ടില്ല എന്നാണ്. ആരാ ഫോൺ എടുത്തത്? ഇവിടെ നമ്മൾ ചോദിക്കുന്നത്, നമ്മൾ റിങ് ചെയ്ത ഫോൺ ആരാ എടുത്തത് എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ ചിലപ്പോൾ കുട്ടികൾ ഫോൺ എടുക്കാറുണ്ട്. ആ സമയത്ത് നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് ക്ലിയർ ആകില്ല. പറയാറുണ്ട് ആരാ ഫോൺ എടുത്തത് എന്ന് ചോദിക്കാറുണ്ടല്ലോ. ഹു ആൻസേർഡ് ദ ഫോൺ? ഹു ആൻസേർഡ് ദ ഫോൺ? എന്തുകൊണ്ട് ആൻസേർഡ് എന്ന് വന്നിട്ടുള്ളത്? ആരാ ഫോൺ എടുത്തത്? കഴിഞ്ഞ കാര്യമാണല്ലോ. ഹു ആൻസേർഡ് ദ ഫോൺ. ഫോൺ എവിടെയാ വെച്ചത്? ഫോൺ എവിടെയാ വെച്ചത്? ഇതും പാസ്റ്റ് ആണ്. വേർ ഡിഡ് യു കീപ് ദ ഫോൺ? ഫോൺ എവിടെയാ വെച്ചത്? ഈ ഫോൺ എവിടെയാ വെക്കുക അല്ലെ? ഈ ഫോൺ എവിടെയാ വെക്കുക നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. വേർ ഷുഡ് ഐ കീപ് ദിസ് ഫോൺ? വേർ ഷുഡ് ഐ കീപ് ദിസ് ഫോൺ? ഞാൻ ഈ ഫോൺ എവിടെയാ വെക്കുക? കാറിന്റെ കീ എവിടെ? കാറിന്റെ കീ എവിടെ? വേർ ഈസ് ദ കാർ കീ? കാറിന്റെ കീ എവിടെ? കാർ പോർച്ച് കഴുകിയോ അല്ലേ? കാറ് നിർത്തിയിടുന്ന സ്ഥലം. കാർ പോർച്ച് കഴുകിയോ? ഡിഡ് യു വാഷ് ദ കാർ പോർച്ച്? ഡിഡ് യു വാഷ് ദ കാർ പോർച്ച്? കാർ പോർച്ച് കഴുകിയോ? നീ സുഹൃത്തിന്റെ വീട്ടിലാണോ? നീ നിന്റെ സുഹൃത്തിന്റെ വീട്ടിലാണോ? എങ്ങനെ ചോദിക്കുക? ആർ യു അറ്റ് യുവർ ഫ്രണ്ട്സ് ഹൗസ്? ആർ യു അറ്റ് യുവർ ഫ്രണ്ട്സ് ഹൗസ്? നീ നിന്റെ സുഹൃത്തിന്റെ വീട്ടിലാണോ? വേറെ എന്താ ചെയ്യാ അല്ലേ?
എന്തൊക്കെയോ ചെയ്തു, പക്ഷെ അതൊന്നും പ്രയോജനപ്പെട്ടില്ല. അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ട് വേറെ എന്താ ചെയ്യുക, അല്ലെങ്കിൽ മറ്റെന്താ ചെയ്യുക. ഈ മറ്റെന്ത്, വേറെന്തെന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് എൽസ് എന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത്. വാട്ട് എൽസ് ആർ യു ഡൂയിങ്, വാട്ട് എൽസ് ആർ യു ഡൂയിങ്, മറ്റെന്താ ചെയ്യുക അല്ലെങ്കിൽ വേറെ എന്താ ചെയ്യുക. ഓക്കെ, എല്ലാവരും വരൂ, എല്ലാവരും വരൂ, എവ്രി വൺ കം, എല്ലാവരും പോകൂ, എവ്രി വൺ ഗോ, എല്ലാവരും വായിക്കൂ, എവ്രി വൺ റീഡ്, എല്ലാവരും എഴുതൂ, എവ്രി വൺ റൈറ്റ്. ഞങ്ങൾക്ക് ഇതുവരെ ബസ് കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇതുവരെ ബസ് കിട്ടിയില്ല. വി ഹാവിൻറ്റ് ഗോട്ട് ദ ബസ് യെറ്റ്, ഞങ്ങൾക്ക് ഇതുവരെ ബസ് കിട്ടിയില്ല. അവർ ബസ് കാത്തു നിൽക്കുകയാണ്, അവർ ബസ് കാത്തു നിൽക്കുകയാണ്. എങ്ങനെ പറയാ? ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്, ദേ ആർ വെയിറ്റിംഗ് ഫോർ ദ ബസ്, അവർ ബസ് കാത്തു നിൽക്കുകയാണ്. ബസ് സ്റ്റോപ്പിൽ നല്ല വെയിലുണ്ട്, ബസ് സ്റ്റോപ്പിൽ നല്ല വെയിലുണ്ട്. ഇപ്പൊ ബസ് സ്റ്റോപ്പ് ഒന്നും കറക്റ്റ് അല്ല അല്ലെ, റോഡ് പണിയൊക്കെ കാരണം. അപ്പൊ ബസ് സ്റ്റോപ്പിൽ നല്ല വെയിലുണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് ഇറ്റ് ഇസ് വെരി സണ്ണി അറ്റ് ദ ബസ് സ്റ്റോപ്പ്, ഇറ്റ് ഇസ് വെരി സണ്ണി അറ്റ് ദ ബസ് സ്റ്റോപ്പ്. ബസ് സ്റ്റോപ്പിൽ നല്ല വെയിലുണ്ട്, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ നല്ല വെയിലാണ്. ഓക്കെ, ഇവിടെ ഇരിക്കാൻ സീറ്റ് ഇല്ല അല്ലെ, ബസ്സിലാകാം, ബസ് സ്റ്റോപ്പിലാകാം, ഹോസ്പിറ്റലിലാകാം, ഇവിടെ ഇരിക്കാൻ സീറ്റ് ഇല്ല. എങ്ങനെ പറയാ? ദർ ഇസ് നോ സീറ്റ് ടു സിറ്റ് ഹിയർ, ദർ ഇസ് നോ സീറ്റ് ടു സിറ്റ് ഹിയർ. നീ അവിടെ പോയിരിക്കൂ, നീ അവിടെ പോയിരിക്കൂ. എങ്ങനെ പറയാ? യു ഗോ ആൻഡ് സിറ്റ് ദർ, യു ഗോ ആൻഡ് സിറ്റ് ദർ, നീ അവിടെ പോയിരിക്കൂ. അത് വേറെ എവിടെയെങ്കിലും വെക്കൂ, അത് വേറെ എവിടെയെങ്കിലും വെക്കൂ. കീപ് ഇറ്റ് സംവെയർ എൽസ്, കീപ് ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെക്കൂ എന്നാണ്. സംവെയർ എൽസ്, അത് വേറെ എവിടെയെങ്കിലും വെക്കൂ. അപ്പൊ സംവെയർ വേറെ എവിടെയെങ്കിലും എന്നുള്ളതാണ്, വേറെ എവിടെയെങ്കിലും എന്നല്ല, എവിടെയെങ്കിലും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് സംവെയർ യൂസ് ചെയ്യുന്നത്. എൽസും കൂടി ആഡ് ചെയ്യുമ്പോൾ വേറെ എവിടെയെങ്കിലും എന്നാവും. കീപ് ഇറ്റ് സംവെയർ എൽസ്. നീ അവരുടെ കൂടെ നിൽക്കൂ, നീ അവരുടെ കൂടെ നിൽക്കൂ. നമ്മൾ നീ എന്നുള്ളത് നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്ത് പറയാറില്ല. അവരുടെ കൂടെ നിൽക്കൂ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പറയുമ്പോൾ അങ്ങനെയാണ് പറയാറ്. അവരുടെ കൂടെ നിൽക്കൂ എങ്ങനെ പറയും ഒന്ന് താഴെ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയും സെന്റൻസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഒക്കെ കമന്റ് ആയിട്ട് ചോദിക്കുക. പിന്നെ നിങ്ങൾക്ക് എത്തരത്തിലുള്ള വീഡിയോസുകളാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളൊന്ന് അഭിപ്രായം കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതുപോലെയുള്ള വീഡിയോസുകൾ ചെയ്യാം. അതായത് ഒരുപാട് പേര് സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഓൾറെഡി സെൻറ്റൻസ് എങ്ങനെ നമുക്ക് സിമ്പിളായി ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് ഒരുപാട് വീഡിയോസുകൾ മുമ്പേ ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വെർബാണ്. വെർബുകൾ മസ്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെൻറ്റൻസ് ഈസി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പുതിയ ചാനലിലുള്ള വെർബ് ക്ലാസ്സുകൾ മസ്റ്റായിട്ടൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ഈ വീഡിയോക്ക് താഴെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം, എല്ലാവരും കണ്ടു നോക്കുക. എന്നിട്ട് ആ ചാനലിൽ കയറിയിട്ട് നിങ്ങൾ വെർബ് മസ്റ്റായിട്ടും പഠിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.